PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും ക്ലാസ് കാണാത്തവരാണെങ്കിൽ കൂടി ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും വളരെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ എടുത്തു തരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഭരണഘടന നിർമ്മാണ സമിതി പഠിച്ചു, ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ആമുഖമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡി ആണല്ലോ? അപ്പോൾ ഒരു ദിവസം നമ്മൾ 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK പോർഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളവും കൂടെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എടുക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം മാത്സ് പഠിച്ചാൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം, അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കവറായി പോകുന്നുണ്ട്. പിന്നെ രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും 8 മണിക്കുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ പകൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ, തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ, നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഉപയോഗിച്ച് റിവിഷൻ ആയിരിക്കും ലൈവായിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാം കൂടെ അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. SCERT NCERT ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതുവരെയും താല്പര്യമുള്ളവർ, ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഫാമിലിയിൽ മെമ്പർ ആവുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ക്ലാസ്സുകളിൽ എടുത്തത് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ടെലിഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. അതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ PDF നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സമയത്തും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, പിന്നെ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് എന്താണോ അതുമായി ബന്ധപ്പെട്ട പോൾസ്, അതൊക്കെ ടെലിഗ്രാമിലാണ് വരിക. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ആവശ്യമാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ആവശ്യമാണ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആമുഖം തയ്യാറാക്കിയതാരാ? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആമുഖം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ആമുഖത്തിൻ്റെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റു ആണ്. ഈ ആമുഖം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ആമുഖം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. USA കയ്യിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഇനി PSC ചോദിക്കുന്ന ഇത് ഓരോ പോയിന്റും PSCയുടെ ചോദ്യങ്ങളാണ് കേട്ടോ. ആമുഖവുമായി ബന്ധപ്പെട്ട ഓരോ പോയിന്റുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആമുഖം തുടങ്ങുന്നത്. ഇനി ഈ പറയുന്ന ആമുഖത്തിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ആമുഖത്തിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 3 ഭാഗങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ഭാഗത്ത് പറയുന്നത് എന്താണ്? അധികാര സ്രോതസ് ജനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അധികാര സ്രോതസ് ആരാ? ജനങ്ങളാണ്. അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്നു. അതാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്?
അധികാര സ്രോതസ് ജനങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവമാണ്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. അതായത് മലയാളത്തിൽ എങ്ങനെ പറയാം? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയെ സംഘടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. അതാണ് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് മൂന്ന് ഭാഗങ്ങൾ? അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്ന ഒരു ഭാഗം, രാഷ്ട്രത്തിൻ്റെ സ്വഭാവം പറയുന്ന ഒരു ഭാഗം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പറയുന്ന ഭരണഘടനയുടെ ആമുഖം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനു മുൻപ് ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞല്ലേ, എന്തൊക്കെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ഇതാണ് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26 ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത്. ഈ നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്ന സമയത്ത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു സ്വഭാവം. പിന്നീട് സോഷ്യലിസ്റ്റും മതേതരത്വം ഇത് രണ്ടും പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ് സോഷ്യലിസ്റ്റും മതേതരത്വം എന്ന് പറയുന്ന വാക്കുകൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമ്മുടെ എന്താണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് 1947 ജനുവരി 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ജനുവരി 22 അത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ആമുഖമായിട്ട് മാറിയത് എന്താ? ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ആമുഖമായിട്ട് മാറുന്നത്. അപ്പം എന്താണ് ആമുഖമായിട്ട് മാറിയത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞല്ലേ, എന്താണ് ഈ പറയുന്ന ലക്ഷ്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 4 ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. 1 നീതി അഥവാ ജസ്റ്റിസ്, 2 സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി, 3 സമത്വം അഥവാ ഈക്വാളിറ്റി, 4 സാഹോദര്യം അഥവാ ഫ്രറ്റേണിറ്റി. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ 3 ഭാഗമാണെന്ന് പറഞ്ഞു. അധികാര സ്രോതസ് ജനങ്ങളാണ്. പിന്നെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. എന്താണ് മൂന്നാമത്തെ ഭാഗം? ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നു. എന്താണ് ലക്ഷ്യം? ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ 4 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം എന്നിങ്ങനെ 4 ലക്ഷ്യങ്ങൾ. ആ 4 ലക്ഷ്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ പിക്ചർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം, അല്ലെ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം. പിന്നെന്ത് നമ്മൾ പറഞ്ഞു? അപ്പൊ ഇതാണ് അധികാര സ്രോതസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ ഭാഗം രാഷ്ട്രത്തിന്റെ സ്വഭാവമാണ്. രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ ഇതാണ് എന്ത്? രാഷ്ട്രത്തിന്റെ സ്വഭാവം. ഇത് അധികാര സ്രോതസ് ജനങ്ങളാണെന്ന് പറയുന്നു. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണ്? രാഷ്ട്രത്തിന്റെ സ്വഭാവം ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഭാഗമാണ് രാഷ്ട്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേ ഈ ഭാഗത്താണ് കിടക്കുന്നത്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം. ഓക്കെ, അപ്പൊ നീതി, ആദ്യത്തേത് നീതി അഥവാ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വരുന്നത് എത്ര തരത്തിലുള്ള നീതിയാ? 3 തരത്തിലുള്ള നീതിയാണ് വരുന്നത്. നീതി എന്ന് വെച്ചാൽ എത്ര തരത്തിലുള്ള നീതിയാ വരുന്നത്? 3 തരത്തിലുള്ള നീതിയാണ് വരുന്നത്. ഏതൊക്കെയാണ്? സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ എക്കണോമിക്കൽ ജസ്റ്റിസ്, ദെൻ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് സാമൂഹികപരമായ നീതി, സാമൂഹ്യ നീതി, സാമ്പത്തികപരമായ നീതി, രാഷ്ട്രീയപരമായ നീതി. ഇങ്ങനെ 3 തരത്തിലുള്ള നീതികളെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. എങ്ങനെയുള്ള നീതിയാ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ ലക്ഷ്യമാണ് നീതി. നീതി എന്ന് പറയുന്നത് എങ്ങനെയുള്ള നീതിയാ? 3 തരത്തിലുള്ള നീതികളാണ് പറയുന്നത്. സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹികപരമായ, സാമ്പത്തികപരമായ, രാഷ്ട്രീയപരമായിട്ടുള്ള നീതിയെക്കുറിച്ചാണ് ഭരണഘടനയുടെ ആമുഖത്ത് പറയുന്നത്. ഇനി അടുത്ത ലക്ഷ്യമായിരുന്നു സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്വാതന്ത്ര്യം? അതിനും ഉണ്ട് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ് ആമുഖത്തിൽ പറയുന്നത്? ചിന്തിക്കുവാൻ, ആശയപ്രകടനത്തിന്, വിശ്വാസത്തിന്, മതനിഷ്ഠയ്ക്ക്, ആരാധനയ്ക്കൊക്കെയുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി സാഹോദര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം പുലർത്തുക എന്നാണ് പറയുന്നത്. ഇപ്പൊ സാഹോദര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വ്യക്തിയുടെ അന്തസ്, രാഷ്ട്രത്തിന്റെ ഐക്യം, അഖണ്ഡത എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യമാവണം എന്നാണ് ആമുഖത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഇനി സമത്വം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? പദവിയിലും അവസരത്തിലും സംപ്രാപ്തമാക്കുവാൻ. അതായത് സമത്വം എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള സമത്വമാണ് വരുന്നത്. പദവിയിലും എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥിതി സമത്വം എന്ന് നമ്മൾ പറയും, അല്ലെ? സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ എന്താണ്? ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആണ്. ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ്, അതാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേത് എന്താണ്? അവസര സമത്വമാണ്. രണ്ടാമത്തേത് എന്താണ്? അവസര സമത്വം, അതായത് ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, 4 ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള നീതിയാണ് ഉറപ്പുവരുത്തുന്നത്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയപരമായ നീതി. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാൻ, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. സമത്വം എന്ന് പറയുമ്പോൾ പദവിയിലും അവസരത്തിലുമുള്ള സമത്വം, സ്ഥിതി സമത്വവും അവസര സമത്വവും. സാഹോദര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്യങ്ങൾ കിട്ടി. ഇനി ഈ ഓരോ ലക്ഷ്യങ്ങളും നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്?
നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നുമാണ്, USSRന്റെ കയ്യിൽ നിന്നുമാണ് നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ബാക്കി 3 ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 ലക്ഷ്യങ്ങൾ, ഈ 3 ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടത് എവിടെന്നാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് അല്ലേ? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖം നോക്കുന്ന സമയത്ത് ഒരു ഡേറ്റ് കാണാനായിട്ട് പറ്റും. അതായത് ആമുഖത്തിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഏതാണ് ആ ഡേറ്റ്? ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റായ 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത്. ആ ഒരേ ഒരു ഡേറ്റ് മാത്രമാണ് നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. കേട്ടോ, 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26. അതിന്റെ പ്രത്യേകത ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറഞ്ഞു, രാഷ്ട്രത്തിന്റെ സ്വഭാവം പഠിച്ചപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നമ്മൾ സ്ഥിതി സമത്വം അതുപോലെ മതേതരത്വം എന്നൊക്കെ പറയുന്ന വേർഡ്സ് കൂട്ടിച്ചേർത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേർഡും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ സാഹോദര്യം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അഖണ്ഡത എന്ന് പറയുന്ന വേർഡും ആദ്യം ഉണ്ടായിരുന്നില്ല. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ്. ഒന്ന് സോഷ്യലിസ്റ്റ്. എന്താണ്? സോഷ്യലിസ്റ്റ്. പിന്നെ വരുന്നത് എന്താണ്? സെക്യുലർ. സെക്യുലർ എന്ന് പറയുമ്പോൾ മതേതരത്വം. പിന്നെ ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി മീൻസ് അഖണ്ഡതയാണ് കേട്ടോ, അഖണ്ഡത. അപ്പൊ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിങ്ങനെ 3 വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ആ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതുണ്ടായിരുന്നില്ല, പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ 3 വാക്കുകളും ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഒരു ഭേദഗതിയിലൂടെയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പുതിയതായിട്ടൊരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിലും നിലവിലുള്ളതിനെ റദ്ദാക്കണമെങ്കിലും ഒരു ഭേദഗതിയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കൊണ്ടുവന്ന ഭേദഗതിയാണ് 1976 42 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 1976 42 ഭരണഘടനാ ഭേദഗതി വഴിയാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡത എന്ന് പറയുന്ന 3 വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ആരാണ് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. കേട്ടോ, അപ്പോൾ 1976 42 ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ ഒരു ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ 3 വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിങ്ങനെ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. പിന്നെ നമുക്ക് പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതേതാണ്? 42 ഭേദഗതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട 2 കേസുകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കേസാണ് ബെറുബാറി കേസ്. എന്താണ്? ബെറുബാറി കേസ്. ബെറുബാറി കേസിന്റെ വർഷം പഠിച്ചിരിക്കുക. 1960 ബെറുബാറി കേസ് കേട്ടോ. ബെറുബാറി കേസ് 1960. അപ്പോൾ ബെറുബാറി കേസ് എന്തിനാണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ബെറുബാറി കേസിന്റെ കോടതി വിധി ഇതായിരുന്നു:
ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന വിധി വന്ന കേസാണ് ബെറുബാറി കേസ് കേട്ടോ. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോടതി വിധി വന്ന കേസ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബെറുബാറി കേസാണ് കേട്ടോ. എന്നാൽ അതിനുശേഷം ഒരു കേസ് വന്നു, അതാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് വർഷം 1973 കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി കേസിൽ വന്ന വിധി എന്താണെന്ന് ചോദിച്ചാൽ ആമുഖവും ഭേദഗതി ചെയ്യാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, ആമുഖവും ഭേദഗതി ചെയ്യാം എന്ന വിധി വന്ന കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. പറയുന്ന വിധി ഇങ്ങനെയാണ്: ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും പാർലമെന്റിന് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാം. പക്ഷേ എങ്ങനെ? ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താതെ. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന സങ്കല്പങ്ങളിൽ മാറ്റം വരുത്താതെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാം എന്ന വിധി വന്നിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ, ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരാതെ ഭരണഘടനയുടെ ഏതു ഭാഗവും പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പ്രകാരം ഭേദഗതി ചെയ്യാമെന്ന് പറയുന്ന വിധി വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് വിശേഷണങ്ങൾ പഠിക്കാനുണ്ട്. ആമുഖത്തെ ഓരോരുത്തരും വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യത്തെ വിശേഷണം, ആമുഖം എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആമുഖം എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. KM മുൻഷിയാണ് നമ്മുടെ ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി ഞാനൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ ജാതകമൊക്കെ നമ്മൾ നോക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കല്യാണത്തിനല്ലേ. ഇപ്പോൾ കല്യാണം എന്നൊന്ന് നമ്മൾ എഴുതി നോക്കിക്കേ. ദേ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ KM കല്യാണത്തിൻ്റെ ഷോർട്ടായിട്ട് നമുക്ക് കണ്ടുകൂടെ? ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ആമുഖത്തെ നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇനി അടുത്ത വിശേഷണം, ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അതുപോലെ രത്നം, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ താക്കൂർ ദാസ് ഭാർഗവ് ആണ് കേട്ടോ. താക്കൂർ ദാസ് ഭാർഗവ്. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. ഭാർഗവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭാർഗവി നിലയം ഓർക്കാം അല്ലേ. അപ്പോൾ ഭാർഗവി നിലയം നമ്മൾ താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആത്മാവിനെ കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഭാർഗവി നിലയത്തിലൊക്കെ എന്താണ്, പണ്ടൊക്കെ നമ്മൾ ഈ മണിച്ചിത്രത്താഴൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ കുറേ രത്നവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താക്കോലെടുത്ത് തുറക്കുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഭാർഗവി നിലയം നമ്മൾ രത്നമൊക്കെ എടുക്കാൻ വേണ്ടി താക്കോലൊക്കെ ഇട്ട് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റും അല്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, രത്നം, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഇനി നമ്മുടെ ആമുഖത്തെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കീ നോട്ട് മീൻസ് രത്ന ചുരുക്കം. രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ് കേട്ടോ. ഏണസ്റ്റ് ബാർക്കർ. ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ ബാർക്കറിലെ ബാർ എടുക്കാം. ബാറ് തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കീ വേണമെന്ന് ഓർത്താൽ മതി. ഓക്കെ, ബാറ് തുറക്കണമെങ്കിൽ കീ വേണം. കീ നോട്ട്, രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ് കേട്ടോ. ഏണസ്റ്റ് ബാർക്കർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഐഡന്റിറ്റി കാർഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽഖിവാല. NA പൽഖിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ട് നമുക്ക് അറിയാം, നമ്മുടെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പോലും മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ എന്നെ പോലും മനസ്സിലാവില്ല.
ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നെ പോലും നമുക്ക് എന്താണ് സ്വന്തമായിട്ട് നമ്മളുടെ ഫോട്ടോ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ എന്നെ പോലും മനസ്സിലാവില്ല എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാ? എന്നെ പൽഖിവാലയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാരാ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ബന്ധപ്പെടുത്തി വിശേഷിപ്പിച്ചതാരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ബന്ധപ്പെടുത്തി വിശേഷിപ്പിച്ചതാരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് കേട്ടോ. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടെ നമ്മുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ജസ്റ്റിസ് ഹിദായത്തുള്ള എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റിസ് ഹിദായത്തുള്ള. ഇനി ഒരെണ്ണവും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. വളരെ നാളുകളായുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് അല്ലാടി കൃഷ്ണസ്വാമിയാണ് കേട്ടോ. വളരെ നാളുകളായുള്ള ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമിയാണ് ഇന്ത്യക്കാരുടെ കുറെ നാളായിട്ടുള്ള സ്വപ്നത്തിന്റെ പ്രകാശനം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇനി ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ. നമ്മൾ വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ട്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് 32ാമത്തെ വകുപ്പ് അല്ലേ, അത് BR അംബേദ്കർ ആണ് വിശേഷിപ്പിച്ചത്. ഇത് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ആത്മാവ്, രത്നം, താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. കീനോട്ട് അല്ലെങ്കിൽ രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽഖിവാല. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് വിശേഷിപ്പിച്ചത് ജസ്റ്റിസ് ഹിദായത്തുള്ള. പല നാളായിട്ട് ഇന്ത്യക്കാർ കണ്ട സ്വപ്നത്തിന്റെ പ്രകാശനം എന്ന് വിശേഷിപ്പിച്ചത് അല്ലാടി കൃഷ്ണസ്വാമി. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ആമുഖം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ന്യായവാദത്തിന് അർഹമല്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ന്യായവാദത്തിന് അർഹമല്ല, അതായത് നോൺ ജസ്റ്റീസിയബിൾ ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് നോൺ ജസ്റ്റീസിയബിൾ ആണ്, ന്യായവാദത്തിന് അർഹമല്ല. അതായത് ആമുഖത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കാനൊന്നും പറ്റത്തില്ല ആമുഖത്തിന്റെ കാര്യത്തിൽ. അതാണ് ന്യായവാദത്തിന് അർഹമല്ല, നോൺ ജസ്റ്റീസിയബിൾ ആണ് ആമുഖം എന്ന് പറയുന്നത്. ഈ ആമുഖം ഡിസൈൻ ചെയ്തത് ആരാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആരാണ്? റാം മനോഹർ സിൻഹ. ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? റാം മനോഹർ സിൻഹയാണ് ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞു ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ്? നാം, ഭാരതത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലെ. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അതിന് പകരം ദൈവത്തിന്റെ നാമത്തിൽ എന്ന് ആരംഭിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ഒരാളുണ്ട്. ദൈവത്തിന്റെ നാമത്തിൽ എന്നാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ആരാണ് അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്? HV കാമത്താണ് കേട്ടോ. HV കാമത്താണ്. ഓർത്തിരിക്കുക, നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ നാമത്തിൽ എന്ന് ആരംഭിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? HV കാമത്താണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട്. മാക്സിമം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം കേട്ടോ. നോട്ട് തയ്യാറാക്കുക, ഇന്ന് തന്നെ റിവിഷൻ ചെയ്യുക. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പോളിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ വരുന്നതായിരിക്കും വൈകുന്നേരം. അപ്പോൾ അതെല്ലാവരും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. രാത്രിയുള്ള നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യുക. ഉച്ചയ്ക്ക് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ടെലഗ്രാമിൻ്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്